ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്നും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ പക്കവടയാണ്. കറുമുറാന്ന് കുട്ടികൾക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടും ചോറിൻ്റെ കൂട്ടത്തിലും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ പക്കവട റെസിപ്പിയാണ് ഇത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം ജ്യൂസിയുമായിട്ടാണ് ഇരിക്കുന്നത്. 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കനാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചിക്കൻ കഷ്ണങ്ങൾക്ക് വലിപ്പം കൂടിപ്പോയാൽ ഉൾഭാഗം വെന്ത് കിട്ടാൻ താമസിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 കപ്പിൽ അളവിൽ കടലമാവും 2 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പക്കോട ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ടി കുറഞ്ഞ സ്ലൈസ് ആക്കിയതും 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരിയും വിനാഗിരിക്ക് പകരം അരമുറി നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം ഒന്ന് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകാതെ പല പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. മാവ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പൊതിഞ്ഞിരിക്കുന്ന പോലെ നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. ഇത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത ശേഷം ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ റെഡിയാക്കി തലേദിവസം രാത്രിയിൽ ഒരു ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഈ ഫ്ലേവറുകളെല്ലാം ചിക്കനിലേക്ക് നല്ലവണ്ണം ഇറങ്ങിക്കിട്ടും. അങ്ങനെ ഫ്രൈ ചെയ്താൽ ചിക്കൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കുക. ഫ്ലെയിം നല്ലവണ്ണം കൂട്ടി വെച്ചിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകുകയും അകം വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ വറുത്തെടുക്കാൻ. ഒരു വശം വെന്ത് കഴിയുമ്പോൾ ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കൻ ചെറിയ തീയിൽ നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഏകദേശം 3/4 ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ പക്കോടയുടെ കൂട്ടത്തിൽ ഫ്രൈ ആക്കിയ പച്ചമുളകും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കൻ പക്കോട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസിയുമായിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ ഇത് വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് ഇത്. ചിക്കൻ പക്കോടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.